Hello everyone, welcome to I+. സോ ഫിഫ വേൾഡ് കപ്പിന്റെ ഒക്കെ ഒരു സമയമാണ്. എല്ലാവരും ഒരു ഫുട്ബോൾ ലഹരിയിലായിരിക്കും ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും ഫുട്ബോളിന്റെ സമയമാണല്ലോ, എല്ലാവരും അതിന്റെ പിറകെയാണ്, കളികൾ കാണുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവററ്റ് ടീമുകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ക്ലാസ്സിനോട് ഉദ്ദേശിക്കുന്നത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം, അത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ചില വൊക്കാബുലറി, അത്തരം കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഫുട്ബോളുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രം ഫിഫ ടു ഹൈക്കോർട്ട്, ഫിഫയിൽ നിന്ന് നമ്മൾ നേരെ ഹൈക്കോർട്ടിലേക്ക്, നമ്മൾ ഫുട്ബോൾ വൊക്കാബുലറിയുമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ ഫുട്ബോളിലെ ചില വാക്കുകളും കോമ്പറേറ്റീവ് എക്സാം വൊക്കാബുലറി, ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ബന്ധപ്പെടുത്തി ആദ്യം ഒന്ന് മനസ്സിലാക്കി നോക്കാം. ഗോൾ, ഗോൾ എന്ന വാക്കിന്റെ അർത്ഥം എടുത്തു നോക്കിയേ. ഗോൾ എന്ന വാക്ക് ഫുട്ബോളിൽ വരുമ്പോൾ ബോൾ എൻറ്റേഴ്സ് ദ നെറ്റ്, നെറ്റിലേക്ക് ബോൾ കടന്നു കഴിഞ്ഞാൽ അത് ഗോളായി. എന്നാൽ ഗോൾ എന്ന വാക്കിന്റെ വൊക്കാബുലറിയിലേക്ക് വരുമ്പോഴത്തേക്ക് എയിം ഓർ ഒബ്ജക്റ്റീവ്, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ അല്ല എന്തെങ്കിലും ലക്ഷ്യം, ജീവിതത്തിലെന്നല്ല എന്തെങ്കിലും കാര്യമായിട്ടുള്ള നിങ്ങളുടെ ലക്ഷ്യം, അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഗോൾ എന്ന് പറയുന്നത്. അറിയാലോ, ഗോൾ നമ്മുടെ ലക്ഷ്യം, അതാണ് ഗോൾ. ഒരു സെന്റൻസ് നോക്കിയേ, മൈ ഗോൾ ഇസ് ടു ബിക്കം എ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണല്ലോ, അപ്പോൾ ആ രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഗോൾ ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. അത് റിയൽ ലൈഫ് വൊക്കാബുലറിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്തത് ഡിഫൻഡർ. അറിയാലോ ഡിഫൻഡർ എന്ന വാക്ക് എന്താന്ന്. ഫുട്ബോളിൽ ഈ പറയുന്ന പോലെ ഏറ്റവും ഫ്രണ്ടിലൊക്കെ നിന്ന് കളി. ഇപ്പം ഫുട്ബോളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് ടെക്നിക്കലി പറയാൻ അറിയില്ല, എന്തെങ്കിലും പറയുകയാണെങ്കിൽ നോക്കിക്കോളൂ. ഡിഫൻഡർ ഫുട്ബോളിൽ ദ വൺ ഹു പ്രൊട്ടക്ട്സ് ദ ഗോൾ, അതായത് ഗോളി അല്ലാതെ ഈ പറയുന്ന പോലെ എതിരാളി കടന്നു വരുമ്പോഴത്തേക്ക് ആ ടെറിട്ടറിയിലേക്ക്, ഗോളിയുടെ അടുത്തുള്ള ടെറിട്ടറിയിലേക്ക് ചേർക്കാറാതിരിക്കാൻ വേണ്ടി ആ ഗോളിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ഡിഫൻഡർ. ഓക്കെ, അപ്പോൾ വൊക്കാബുലറിയിലേക്ക് വരുമ്പോഴത്തേക്ക്, കോമൺ വൊക്കാബുലറിയിലേക്ക് ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ രണ്ടിടത്തും ഏകദേശം ഒരേ സെൻസ് തന്നെയാണ്. ഫുട്ബോളിൽ വരുമ്പോൾ ആ ഗോളിയുടെ ടെറിട്ടറിയിലേക്ക് പന്ത് കടക്കാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുന്ന, വൺ ഹു പ്രൊട്ടക്ട്സ് ദ ഗോൾ, അതാണ് ഡിഫൻഡർ. എന്നാൽ കോമ്പറേറ്റീവ് എക്സാം വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ ഡിഫെൻഡ് മീൻസ് ടു പ്രൊട്ടക്ട്. ഓക്കെ, ലീഗലിൽ വൊക്കാബുലറിയിൽ നമുക്കത് ഒരു ലീഗൽ സെന്റൻസിൽ നമുക്കതൊന്ന് ഉപയോഗിച്ച് നോക്കാം. എ ഡിഫെൻഡന്റ് ഇസ് എ പേഴ്സൺ എഗെയിൻസ്റ്റ് ഹൂം എ കേസ് ഇസ് ഫയർഡ്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കായതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ലീഗലിൽ വരുമ്പോഴത്തേക്ക് ഡിഫെൻഡ്, പ്രൊട്ടക്ട്, അവിടെ ഓർത്തു വെക്കേണ്ട ഒരു വാക്കാണ്. എ ഡിഫെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഹീസ് എ പേഴ്സൺ എഗെയിൻസ്റ്റ് ഹൂം എ കേസ് ഇസ് ഫയൽഡ്. അപ്പൊ ആ ലീഗൽ കണക്ഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സി, മനസ്സിലാക്കുക, ഡിഫൻഡർ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ ഗോൾ പ്രൊട്ടക്ട് ചെയ്യുന്ന വ്യക്തി. കോമൺ വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാന്നാണ് ഡിഫൻഡ് അർത്ഥം. ഇനി ലീഗൽ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡിഫെൻഡന്റ്, ഡിഫൻഡിൽ നിന്ന് നമുക്ക് ഡിഫെൻഡന്റ് എന്ന വാക്ക് നമുക്ക് എടുക്കാം. ഡിഫെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇസ് എ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം, അയാൾക്കെതിരെയാണ് ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ കേസ് ആർക്കെതിരെയാണോ ഫയൽ ചെയ്തിരിക്കുന്നത് അയാളാണ് ഡിഫെൻഡന്റ്. കണ്ടല്ലോ, അപ്പൊ നമ്മൾ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ വൊക്കാബുലറിയിൽ നിന്ന് നമ്മൾ നേരെ കോമൺ വൊക്കാബുലറി, ലീഗൽ വൊക്കാബുലറിയിലേക്ക് വന്നപ്പോൾ നമുക്ക് ആ കണക്ഷൻ കിട്ടുന്നുണ്ട് പലതിനും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. നെക്സ്റ്റ്, റഫറി. റഫറി ആരാന്നറിയാം? അതിപ്പോ ഫുട്ബോളിൽ മാത്രമല്ല, അനവധി മത്സരങ്ങളിൽ നമുക്ക് റഫറിമാരെ കാണാം. റഫറി എന്ന് പറയുമ്പോൾ ഫുട്ബോളിൽ വരുമ്പോൾ ദ പേഴ്സൺ ഹു എൻഫോഴ്സസ് ദ റൂൾസ്, ആ കളിയുമായി ബന്ധപ്പെട്ട അനവധി നിയമങ്ങളുണ്ടാവും, ആ നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ റഫറി എന്ന് പറയുന്നത്. എന്നാൽ ലീഗൽ വൊക്കാബുലറിയിലേക്ക് വരുമ്പോഴത്തേക്ക് റഫറിയുമായി ചേർന്ന് നിൽക്കുന്ന ചില വാക്കുകൾ കേട്ടോളൂ. ആർബിട്രേറ്റർ, മീഡിയേറ്റർ, അഡ്ജുഡിക്കേറ്റർ. ശ്രദ്ധിക്കുക, ആർബിട്രേറ്റർ, മീഡിയേറ്റർ, അഡ്ജുഡിക്കേറ്റർ. ഓർത്ത് വെച്ചേക്കണേ, റഫറി എന്ന് പറഞ്ഞാൽ റൂൾസ് എൻഫോഴ്സ് ചെയ്യുന്ന വ്യക്തി എന്നാണ് അർത്ഥം. ആ കളിയുമായി ബന്ധപ്പെട്ട റൂൾസ് എൻഫോഴ്സ് ചെയ്യുന്ന വ്യക്തി. എന്നാൽ ലീഗൽ വൊക്കാബുലറിയിലേക്ക് വരുമ്പോഴത്തേക്ക് കോമൺ ആയിട്ട് ഈ രണ്ട് വാക്കുകളൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ആർബിട്രേറ്റർ, മീഡിയേറ്റർ ആൻഡ് അഡ്ജുഡിക്കേറ്റർ. സി, ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ. വൺ ഹൂ സെറ്റിൽസ് ഡിസ്പ്യൂട്ട്സ്, ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന ആളാണ് ആർബിട്രേറ്റർ. മനസ്സിലായല്ലോ? അപ്പോ ആ രീതിയിൽ വേണം മനസ്സിലാക്കാം. റഫറി എന്ന് പറഞ്ഞാൽ കളിയിലെ നിയമങ്ങൾ ഈ പറയുന്ന എൻഫോഴ്സ് ചെയ്യുന്ന ആള്. അപ്പൊ അതിനകത്തൊരു തർക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ തന്നെയായിരിക്കും ഫീൽഡിൽ വെച്ചത് തീർക്കുന്നത്. അപ്പൊ അങ്ങൊരാളാണ് ലീഗൽ വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ ആർബിട്രേറ്റർ, ദ വൺ ഹൂ സെറ്റിൽസ് ഡിസ്പ്യൂട്ട്സ്. ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന ആളാണ് ആർബിട്രേറ്റർ. സമാനമായ വാക്കാണ് മീഡിയേറ്റർ, അഡ്ജുഡിക്കേറ്റർ ഒക്കെ. ഓക്കെ, അടുത്തത് ക്യാപ്റ്റൻ.
ക്യാപ്റ്റൻ എന്ന വാക്ക് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ. ക്യാപ്റ്റൻ, ആ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ടീം ലീഡറാണ്. ഒരു ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ, ഇപ്പൊ ബ്രസീലിന് ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും, പോർച്ചുഗലിന് ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും, അർജന്റീനയ്ക്ക് ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും. അപ്പൊ ക്യാപ്റ്റൻ ആരാണ്? ടീം ലീഡർ. എന്നാൽ സാധാരണ നമ്മുടെ വൊക്കാബുലറിയിലേക്ക് വരുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ലീഡർ, നേതാവ്, ചീഫ്, കമാൻഡർ, സ്കിപ്പർ. സ്കിപ്പർ എന്ന വാക്കൊക്കെ നിങ്ങൾ കൂടുതലും ക്രിക്കറ്റിലൊക്കെ കാണുമല്ലേ, ധോണി, സ്കിപ്പർ, ധോണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാപ്റ്റൻ എന്ന വാക്ക് ഫുട്ബോളിലേക്ക് വരുമ്പോൾ ടീം ലീഡർ എന്നാണ് അർത്ഥം. അതിന് സമാനമായിട്ട് വൊക്കാബുലറിയിൽ ചില വാക്കുകൾ നമുക്ക് കാണാം. ലീഡർ, ചീഫ്, കമാൻഡർ, സ്കിപ്പർ. അതിൽ സ്കിപ്പർ ആയിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് കളി, ഇപ്പോൾ ക്രിക്കറ്റൊക്കെ നല്ലപോലെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് കണക്ട് ആവുന്നതാണ്. അപ്പൊ മനസ്സിലാക്കുക, ലീഡർ ഓഫ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ ലീഡറാണ് ക്യാപ്റ്റൻ. മനസ്സിലല്ലോ, ക്യാപ്റ്റൻ, ചീഫ്, കമാൻഡർ, സ്കിപ്പർ, ലീഡർ, അങ്ങനെ അനവധി വാക്കുകൾ നമുക്ക് സമാനമായിട്ട് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ ഞാൻ കൂടുതലും കാണുന്ന ക്രിക്കറ്റ് ആയതുകൊണ്ട് അത് വെച്ച് പറയാൻ സാധിക്കും. ഒരു ടീമിൽ ഇപ്പോൾ ഒരാൾക്ക് പരിക്കേൽക്കുകയാണെങ്കിൽ അയാൾക്ക് പകരം വേറൊരാളൊന്നും കളിക്കുമല്ലോ, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഫുട്ബോളിൽ വരുമ്പോൾ റീപ്ലേസ്മെന്റ് പ്ലെയർ. അതിന് സമാനമായ ചില വാക്കുകൾ നോക്കിയേ. സബ്സ്റ്റിറ്റ്യൂട്ടിന് സമാനമായ, റീപ്ലേസ്മെന്റ് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട്, ഒരു സംശയമില്ല, റീപ്ലേസ്മെന്റ് തന്നെയാണ്. അതിന് സമാനമായ ചില വാക്കുകൾ: ആൾട്ടർനേറ്റീവ്, റീപ്ലേസ്മെന്റ്, പ്രോക്സി. ശ്രദ്ധിക്കുക, ആൾട്ടർനേറ്റീവ്, റീപ്ലേസ്മെന്റ്, പ്രോക്സി. അപ്പോ അവിടെ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിക്കാം. എ പേഴ്സൺ ആക്ടിങ് ഫോർ അനദർ. മറ്റൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്ന വ്യക്തി, മറ്റൊരാൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി നമ്മൾ എന്ത് വിളിക്കും? പ്രോക്സി. സോ സബ്സ്റ്റിറ്റ്യൂട്ട്, ആൾട്ടർനേറ്റീവ്, റീപ്ലേസ്മെന്റ്, പ്രോക്സി. 4 വാക്കുകൾ നമ്മൾ ഒരു വാക്കിൽ നിന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ്, ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൽ പ്ലെയർ ചേഞ്ചസ് ക്ലബ്സ്, ഒരുപാട് ഫേമസ് ക്ലബ്സ് ഒക്കെ ഉണ്ടല്ലോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്കിപ്പോൾ എടുത്ത് പറയാൻ ഒരുപാട് അറിയത്തില്ല. അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുട്ബോളിൽ പ്ലെയർ ചേഞ്ചസ് ക്ലബ്സ്, ഒരു ക്ലബിൽ നിന്ന് അയാൾ മറ്റൊരു ക്ലബിലേക്ക് പോകുന്നുണ്ട്. കോമൺ വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ എന്താണ്? ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള പോക്ക് എന്താണ്? മൈഗ്രേഷൻ, റീലൊക്കേഷൻ, ഷിഫ്റ്റ്. സമാനമായ വാക്കുകളാണ്, ട്രാൻസ്ഫർ പോലെയുള്ള വാക്കുകളാണ് മൈഗ്രേഷൻ, റീലൊക്കേഷൻ, ഷിഫ്റ്റ്. ഇറ്റ് ഇസ് യൂസ്ഫുൾ ഇൻ കോംപ്രിഹെൻഷൻ ആൻഡ് എസ്സൈസ്. ഇത്തരം വാക്കുകളൊക്കെ കോംപ്രിഹെൻഷൻ, എസ്സൈസ് ഒക്കെ മനസ്സിലാക്കാൻ നല്ലതാണ്. ട്രാൻസ്ഫർ, മൈഗ്രേഷൻ, റീലൊക്കേഷൻ, ഷിഫ്റ്റ്. അപ്പൊ നമ്മൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാക്കുകളും അതിന് സമാനമായിട്ടുള്ള കോമൺ വൊക്കാബുലറിയിൽ കോമ്പറ്റീവ് എക്സാംസിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫോർമേഷൻ. ഫുട്ബോളിൽ ഈ പറയുന്നത് എന്താണ്? 4-4-2, 4-3-3 അങ്ങനെയുള്ള ഫോർമേഷൻ ഒക്കെ ഉണ്ടല്ലോ കളിക്ക്. ആ ഗെയിം പ്ലാനിന്റെ ഭാഗമാണ് ഈ ഫോർമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ കോമൺ വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ എന്താണ്? ഫോർമേഷൻ, ഫോം ചെയ്യുക, ഫോം, സ്ട്രക്ചർ, ആ ഘടന തന്നെയാണ്. ഇപ്പൊ 4-4-2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഘടനയാണ്. അപ്പോൾ ഫോർമേഷൻ മീൻസ് സ്ട്രക്ചർ, അറേഞ്ച്മെന്റ്, കോൺഫിഗറേഷൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ പഠിച്ചു വെക്കുക. ഫോർമേഷൻ, സ്ട്രക്ചർ, അറേഞ്ച്മെന്റ്, കോൺഫിഗറേഷൻ. അടുത്തൊരു വാക്ക് നോക്കിയേ, ടൂർണമെന്റ്. ടൂർണമെന്റ് എന്ന് പറയാൻ അറിയാലോ, ക്രിക്കറ്റ് ടൂർണമെന്റ്, ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ ഉണ്ട്. ഫുട്ബോളിൽ കോമ്പറ്റിഷൻ എന്ന് തന്നെയാണ് അർത്ഥം. അതിന് സമാനമായിട്ടുള്ള മറ്റു വൊക്കാബുലറി കേട്ടോളൂ: കോൺടെസ്റ്റ്, ചാമ്പ്യൻഷിപ്പ്, കോമ്പറ്റിഷൻ. ഇപ്പൊ ടൂർണമെന്റിന് പകരം നമുക്ക് ഉപയോഗിക്കുന്ന വാക്കുകളാണ് കോൺടെസ്റ്റ്, ചാമ്പ്യൻഷിപ്പ്, കോമ്പറ്റിഷൻ. നെക്സ്റ്റ് വി ഹാവ് റൈവൽ. റൈവൽ എന്ന് പറഞ്ഞാൽ, റൈവൽറി എന്ന് പറഞ്ഞാൽ, റൈവൽ എന്ന് പറഞ്ഞാൽ എതിരാളി തന്നെയാണ്. ഫുട്ബോളിൽ വരുമ്പോൾ ഒപ്പോണന്റ് തന്നെയാണ്. അപ്പൊ ഒപ്പോണന്റിന് പകരം നമുക്ക് പഠിക്കാൻ പറ്റുന്ന വാക്കാണ് ആഡ്വേഴ്സറി, ഒപ്പോണന്റ്, കോമ്പറ്റിറ്റർ. ഇവരെല്ലാം ഈ പറയുന്ന റൈവൽസിന്റെ സിനോണിംസ് ആയിട്ട് വരും. ഏകദേശം എതിരാളി തന്നെയാണ്. ആഡ്വേഴ്സറി എതിരാളിയാണ്, ഒപ്പോണന്റ് എതിരാളിയാണ്, കോമ്പറ്റിറ്റർ ഒരു മത്സരാർത്ഥി, നമ്മുടെ മത്സരത്തിലെ എതിരാളിയാണ് കോമ്പറ്റിറ്റർ. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊരു ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് സിനോണിം ഏരിയ ആണ് കേട്ടോ ഈ റൈവലൊക്കെ. നെക്സ്റ്റ്, വിക്ടറി. ഫുട്ബോളിലേക്ക് വരുമ്പോൾ വിക്ടറി എന്നാണ് വിന്നിങ്, സംശയമില്ല. അതിന് സമാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്ക്, ഫുട്ബോളിലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ലേ വിക്ടറി, സമാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ട്രയംപ്, വിജയമാണ് ട്രയംപ്. സക്സസ് ട്രയംപ് ആണ്. അച്ചീവ്മെന്റ് ട്രയംപ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഡിഫീറ്റ്. ട്രയംപിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിഫീറ്റ്. അച്ചീവ്മെന്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിഫീറ്റ്. വിക്ടറിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഡിഫീറ്റ്. ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഓക്കെ, നെക്സ്റ്റ്, 30 ഫുട്ബോൾ ഇഡിയംസ് എവരി കോമ്പറ്റീവ് എക്സാം സ്റ്റുഡന്റ് ഷുഡ് നോ. ഇപ്പോ മറ്റൊരു മത്സര പരീക്ഷകളിലൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട 30 ഫുട്ബോൾ ഇഡിയംസ്, ഫുട്ബോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം ഫുട്ബോളിൽ നിന്ന് വന്നു എന്നല്ല പറയുന്നത്, ഫുട്ബോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇഡിയംസ്. നോക്കിയേ, കിക്ക് ഓഫ്. അറിയാലോ, ഫുട്ബോളിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് എന്താ കിക്ക് ഓഫ് എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണെന്ന്. പത്രങ്ങളൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനോടകം ഈ വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നതാണ്. കിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ മീനിങ് ടു ബിഗിൻ സംതിങ്. എന്താണ് കിക്ക് ഓഫ്? ടു ബിഗിൻ, തുടക്കം കുറിക്കുക.
സെന്റൻസ് നോക്കിയേ, ദ വർക്ക്ഷോപ്പ് വിൽ കിക്ക് ഓഫ് അറ്റ് 11 AM. വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ദ സെമിനാർ അല്ലെങ്കിൽ ദ വെബിനാർ അല്ലെങ്കിൽ ദ മാച്ച്. ഇവിടെ എന്ത് നമുക്ക് കൊണ്ടിടാം? മാച്ച്, വെബിനാർ, സെമിനാർ, സിംബോസിയം, ദ ഡാൻസ് പാർട്ടി, പ്രോഗ്രാം. വിൽ കിക്ക് ഓഫ്. വിൽ കിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ തുടങ്ങും അറ്റ് 10 AM. അപ്പൊ കിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നാണ്. മനസ്സിലായല്ലോ? കിക്ക് ഓഫ് ഫുട്ബോളുമായിട്ട് ഡയറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയമാണത്. നെക്സ്റ്റ്, ഇപ്പൊ അതാണ് ഇപ്പം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെടുന്ന വാർത്തകൾ നോക്കിയേ. ഫുട്ബോൾ മാച്ച് ബിഗിൻസ് വിത്ത് എ കിക്ക് ഓഫ്, അല്ലെ? ഫുട്ബോൾ മാച്ച് തുടങ്ങുന്ന ഒരു കിക്ക് ഓഫോട് കൂടിയല്ലേ? അങ്ങനെ തന്നെ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അടുത്തത് മൂവ് ദ ഗോൾ പോസ്റ്റ്. ട്രിക്കിയായ ഒരു സെന്റൻസ് ആണ്, നല്ല സെന്റൻസ് ആണ്. നമ്മൾ വിചാരിക്കുന്ന എന്താണ്? ഗോൾ പോസ്റ്റ് എടുത്ത് മാറ്റി വെക്കുക എന്നാണ്. ഗോൾ പോസ്റ്റ് എന്താണെന്ന് അറിയാലോ? ഗോൾ അടിക്കുന്ന സ്ഥലം. അപ്പൊ മൂവ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് റൂൾസ് അൺഫെയർലി. അതായത് ഒരു പ്രവൃത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പുരോഗമിച്ചുകൊണ്ടിരിക്കവേ ഗോൾ പോസ്റ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിയമങ്ങൾ മാറ്റുക. ശരിക്കും പറഞ്ഞാൽ ഈ വാക്ക് വന്നിരിക്കുന്നത് തന്നെ ഈ പറഞ്ഞ അമേരിക്കൻ ഫുട്ബോളിൽ നിന്ന് തന്നെയാണ്. ഇമാജിൻ ചെയ്തു നോക്കിയേ, ഞാൻ ഫുട്ബോൾ കളിക്കുന്നു, എന്റെ ടീം, ഞാൻ ഗോൾ അടിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ എന്റെ ടീമിൽ എതിരാളികൾ ആ പോസ്റ്റ് എടുത്ത് വേറൊരിടത്തോട്ട് കൊണ്ടുവെക്കുന്നു, അവർ പൊക്കിയെടുത്ത് മാറ്റി വെക്കുന്നു. അതിനർത്ഥം എന്താണ്? എനിക്കതിനി അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. നിയമങ്ങൾ അവർ പകുതിയിൽ വെച്ച് മാറ്റുന്നു. അപ്പോ മൂവ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ചേഞ്ച് റൂൾസ് അൺഫെയർലി. ഒരു കാര്യം പുരോഗമിച്ചുകൊണ്ടിരിക്കവേ തന്നെ അന്യായമായിട്ട് അതിലെ നിയമങ്ങൾ മാറ്റുന്നതിനെയാണ് നമ്മൾ മൂവ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത്. സെന്റൻസ് നോക്കിയേ, ദ മാനേജ്മെന്റ് മൂവ് ദ ഗോൾ പോസ്റ്റ് ആഫ്റ്റർ വി കംപ്ലീറ്റഡ് ദ പ്രൊജക്ട്. ഞങ്ങൾ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് തീർത്തതും മാനേജ്മെന്റ് നിയമങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞു, അന്യായമായ നിയമങ്ങൾ മാറ്റി. അതാണ് മൂവ് ദ ഗോൾ പോസ്റ്റ്. ഓക്കെ, ഇങ്ങനെ ഓർത്തു മതി. ഗോൾ പോസ്റ്റ് സഡൻലി ഷിഫ്റ്റഡ് ആഫ്റ്റർ ദ പ്ലെയർ ടേക്സ് ദ ഷോട്ട്. ഇങ്ങനെ മെമ്മറിയിൽ ഓർത്ത് വെക്കാവുന്ന കാര്യമാണ്. ജസ്റ്റ് ആ സെന്റൻസ് മനസ്സിലാക്കിയാൽ മതി. സെന്റൻസും മീനിങ്ങും അറിയാമെങ്കിൽ ധാരാളമാണ്. അടുത്തത് ഗെറ്റ് ദ ബോൾ റോളിംഗ്. ഗെറ്റ് ദ ബോൾ റോളിംഗ്, പന്തിന്റെ കൂടെ ഉരുട്ടുക എന്നല്ല അർത്ഥം. മീനിങ് സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി, ഒരു പ്രവൃത്തി ആരംഭിക്കുക എന്നാണ് അർത്ഥം. സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി, ഗെറ്റ് ദ ബോൾ റോളിംഗ്, സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി. സെന്റൻസ് നോക്കിയേ, ലെറ്റ്സ് ഗെറ്റ് ദ ബോൾ റോളിംഗ് ഓൺ ദ ന്യൂ പ്രൊജക്ട്. നമുക്ക് ആ പുതിയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി വെക്കാം എന്ന് പറയുന്നതാണ് ലെറ്റ്സ് ഗെറ്റ് ദ ബോൾ റോളിംഗ്. നമുക്ക് പ്രവർത്തികൾ തുടങ്ങാം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട്. പ്രധാനപ്പെട്ട ഒരു PSC സിനോണിം ഉണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഗെറ്റ് ദ ബോൾ റോളിംഗ്, തുടങ്ങുക, ഇനീഷ്യേറ്റ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഒരു കാര്യം ആരംഭിക്കുക, ഒരു PSC സിനോണിമാണ് ഇനീഷ്യേറ്റ്. ഓക്കെ, നെക്സ്റ്റ്, കീപ് യുവർ ഐ ഓൺ ദ ബോൾ. ഇപ്പൊ ഫുട്ബോൾ കളിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ, കാണികളുടെ ഉൾപ്പെടെ എല്ലാവരുടെയും കണ്ണുകൾ പന്തിലായിരിക്കും. അപ്പൊ കീപ് യുവർ ഐ ഓൺ ദ ബോൾ എന്ന് പറഞ്ഞാൽ സ്റ്റേ ഫോക്കസ്ഡ് എന്നാണ്. ശ്രദ്ധ മുഴുവൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ്. കീപ് ഫോക്കസ്, സ്റ്റേ ഫോക്കസ്ഡ്, ഫോക്കസ്ഡ് ആയിരിക്കുക. സെന്റൻസ് നോക്കിയേ, സ്റ്റുഡൻസ് മസ്റ്റ് കീപ് ദിയർ ഐ ഓൺ ദ ബോൾ ഡ്യൂറിംഗ് പ്രിപ്പറേഷൻ. ഒരു പരീക്ഷ, നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കവേ യു ഷുഡ് കീപ് ദിയർ ഐ ഓൺ ദ ബോൾ. സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ ഷുഡ് കീപ് ദിയർ ഐ ഓൺ ദ ബോൾ. അതിനർത്ഥം ദേ ഷുഡ് സ്റ്റേ ഫോക്കസ് ഡ്യൂറിംഗ് ദ പ്രിപ്പറേഷൻ. പ്രിപ്പറേഷന്റെ സമയത്ത് നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തീവ്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടാൻ പാടില്ല. സോ ത്രൂ ഔട്ട് യുവർ പ്രിപ്പറേഷൻ മേക്ക് ഷുവർ ദാറ്റ് യു കീപ് യുവർ ഐ ഓൺ ദ ബോൾ, യു സ്റ്റേ ഫോക്കസ്ഡ്. നെക്സ്റ്റ്, ഓൺ ദ ബോൾ. ഓർത്ത് വെച്ചേക്കണേ, മറക്കരുത്. കീപ് യുവർ ഐ ഓൺ ദ ബോളും ഓൺ ദ ബോൾ. ഓൺ ദ ബോൾ എന്ന് പറഞ്ഞാൽ അലേർട്ട് ആൻഡ് എഫിഷ്യന്റ്. ഏത് നിമിഷവും നമ്മൾ അലേർട്ടായിട്ട് എന്ത് നടക്കുമെന്ന് ആലോചിച്ച് അലേർട്ടായിട്ട് ശ്രദ്ധിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധയാലുമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്നതിനെയാണ് ഓൺ ദ ബോൾ എന്ന് പറയുന്നത്. സെന്റൻസ് നോക്കിയേ, ദ ഓഫീസർ ഇസ് ഓൾവേസ് ഓൺ ദ ബോൾ. എന്റെ നാട്ടിൽ ഇപ്പോൾ ഒരു പോലീസുകാരൻ, അയാൾ സദാസമയം ഭയങ്കര ശ്രദ്ധയാണ്, നല്ല കരുതലുണ്ട്. ഏത് അപകടം എപ്പോൾ വന്നാലും, എന്തൊരു എമർജൻസി വന്നാലും പെട്ടെന്ന് ആ ഒക്കേഷൻ അനുസരിച്ച്, ആ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം ഇറങ്ങി പ്രവർത്തിക്കുകയും അത് നല്ല രീതിയിൽ ആ ജോലി ചെയ്തു തീർക്കുകയും ചെയ്യും. അപ്പോൾ അതിനർത്ഥം അയാൾ അലേർട്ടാണ്, എഫിഷ്യന്റ് ആണ്. സദാസമയം അദ്ദേഹം ശ്രദ്ധിച്ച് കരുതലോടുകൂടി ഇരിക്കുന്ന വ്യക്തിയാണ്, മുൻകരുതലുകളുമായിട്ടിരിക്കുന്ന വ്യക്തിയാണ്, അലേർട്ടായിട്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അയാൾ എഫിഷ്യന്റുമാണ്. അങ്ങനെ ഒരാളെ നമ്മൾ ഓൺ ദ ബോൾ എന്ന് വിളിക്കും. അപ്പോൾ ദ ഓഫീസർ ഇസ് ഓൾവേസ് ഓൺ ദ ബോൾ. അതിനർത്ഥം ആ ഓഫീസർ എപ്പോഴും അലേർട്ടാണ്, എഫിഷ്യന്റ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് കേട്ടോണേ, അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടും. ഇപ്പൊ ചില വാക്കുകൾ, ഇപ്പം ഞാൻ ഓൺ ദ ബോൾ, അലേർട്ട് ആൻഡ് എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ മനസ്സിലാക്കാനാണ് ആബ്സെന്റ് മൈൻഡഡ്. ആബ്സെന്റ് മൈൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. ഇപ്പൊ ഞാൻ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കുട്ടി അവിടെ ഉണ്ടാവും,
കുട്ടി കേട്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ എന്നെ ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും. ആ കുട്ടി ആബ്സെന്റ് മൈൻഡഡ് ആണ്. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ആബ്സെന്റ് മൈൻഡഡ് ഓൺ ദ ബോളിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ് ആബ്സെന്റ് മൈൻഡഡ്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വി ഹാവ് സ്കോർ ആൻഡ് ഓൺ ഗോൾ. സ്വന്തം പോസ്റ്റിൽ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ ഡാമേജ് യുവർ ഓൺ ഇൻട്രസ്റ്റ്. ഇത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നതല്ലേ, കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു സെൽഫ് ഗോൾ ആയി പോയല്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായി പോയല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾക്കെതിരായി പോയല്ലോ എന്നതാണ് സ്കോർ യുവർ ആൻ ഓൺ ഗോൾ. മീൻസ് ഡാമേജിങ് യുവർ ഓൺ ഇൻട്രസ്റ്റ്. നിങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെയായി പോയി, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായി തന്നെ കാര്യങ്ങൾ നടന്നു. അതാണ് സ്കോർ ആൻ ഓൺ ഗോൾ. സെന്റൻസ് നോക്കിയേ. ദ പൊളിറ്റീഷ്യൻ സ്കോർഡ് ആൻ ഓൺ ഗോൾ വിത്ത് ഹിസ് റിമാർക്സ്. പൊളിറ്റീഷ്യന്റെ ആ ഒരു റിമാർക്കിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയിൽ ശരിക്കും പറഞ്ഞാൽ ഹി സ്കോർഡ് ആൻ ഓൺ ഗോൾ. അയാളുടെ തന്നെ താല്പര്യങ്ങൾക്ക് വിപരീതമായി പോയി അയാളെ പറഞ്ഞത്. നെക്സ്റ്റ്, ബാക്ക് ഓഫ് ദ നെറ്റ്. അപ്പൊ നമ്മൾ ആ ഗോൾ പോസ്റ്റിൽ ഒരു നെറ്റൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പൊ നെറ്റിന്റെ ബാക്ക് ഓഫ് ദ നെറ്റ് എന്ന് പറഞ്ഞാൽ സക്സസ് എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കുക, ബാക്ക് ഓഫ് ദ നെറ്റ് മീൻസ് സക്സസ്, വിജയം. പാസിംഗ് ദ എക്സാം വാസ് ബാക്ക് ഓഫ് ദി നെറ്റ്. അപ്പൊ അതിനർത്ഥം പാസിംഗ് ദ എക്സാം വാസ് ബാക്ക് ഓഫ് ദ നെറ്റ്. ഓർത്ത് വെക്കുക, ബാക്ക് ഓഫ് ദ നെറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സക്സസ് എന്ന രീതിയിലാണ്. പാസിംഗ് ദ നെറ്റ് വാസ് ബാക്ക് ഓഫ് ദ നെറ്റ്. ലെവൽ പ്ലേയിങ് ഫീൽഡ്. ഇത് കുറച്ചുകൂടെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ലെവൽ പ്ലേയിങ് ഫീൽഡ്. ഇപ്പൊ ഞങ്ങൾ രണ്ട് കളിക്കാർ കളിക്കുന്നു. ഞാൻ ഷട്ടിൽ കളിക്കുന്നു വിചാരിക്കുക. ഒരു പറമ്പിൽ നിന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഷട്ടിൽ കളിക്കുന്നു. അപ്പോൾ എനിക്ക് നല്ല ഓടാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്, കുഴപ്പമൊന്നുമില്ല. അവന്റെ സ്ഥലത്ത് മുഴുവൻ കുണ്ടും കുഴിയും ചെളിയൊക്കെയാണ്. അപ്പൊ എനിക്കല്ലേ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാനായിരിക്കത്തില്ല വിജയിക്കാൻ സാധ്യത. അപ്പോൾ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്കും അവനും അവസരങ്ങൾ, ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്ന അവസരങ്ങൾ തുല്യമാക്കണമെന്നാണ് അർത്ഥം. എന്റെ സ്പേസ് എങ്ങനെയാണോ അതുപോലെ തന്നെ അവന്റെയും കിടക്കാം. അതാണ് ലെവൽ പ്ലേയിങ് ഫീൽഡ്. ആ ഫീൽഡ് ലെവൽ ആക്കിയാലേ ഇനി എനിക്കും അവനും തുല്യ അവസരങ്ങളാവത്തുള്ളൂ. സോ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രിയേറ്റ് എ ലെവൽ പ്ലേയിങ് ഫീൽഡ്. മത്സര പരീക്ഷകൾ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ച് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആണ്, അല്ലേ? നിങ്ങൾക്കും നിങ്ങളൊപ്പം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും മത്സര പരീക്ഷ എന്ന് പറഞ്ഞാൽ ലെവൽ പ്ലേയിങ് ഫീൽഡാണ്. എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അല്ലേ? ഇപ്പോൾ ഒരു മത്സര പരീക്ഷയിൽ 100 പേരുടെ പരീക്ഷയിൽ 100 പേർക്ക് 100 ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ചിലർ പറയും അത് എളുപ്പമായിരുന്നു, ഇത് എളുപ്പമായിരുന്നു, മറ്റേ എളുപ്പമായിരുന്നു, അത് പാടായിരുന്നു. എല്ലാവർക്കും ഒന്നാണെങ്കിൽ അതിനർത്ഥം ഒന്നാണ്, അതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരം. നെക്സ്റ്റ്, ടേക്ക് എ ഷോട്ട് അറ്റ്. ടേക്ക് എ ഷോട്ട് അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്ക് എ ഷോട്ട് അറ്റ് അതിനർത്ഥം അറ്റംപ്റ്റ് സംതിങ്, ശ്രമിച്ചു നോക്കുക ഒരു കാര്യം, ആ കാര്യത്തിലേക്ക് ഒരു ശ്രമം നടത്തുക, അതാണ് ടേക്ക് എ ഷോട്ട് അറ്റ്. ഇപ്പൊ നമ്മൾ പന്ത് കൊണ്ട് ടേക്ക് എ ഷോട്ട് അറ്റ് അടിക്കത്തില്ലേ? സെന്റൻസ് നോക്കിയേ. ടേക്ക് എ ഷോട്ട് അറ്റ് സോൾവിംഗ് ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ പ്രയാസമുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. യു ഷുഡ് അറ്റംപ്റ്റ് സോൾവിംഗ് ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ്. അതാണ് ടേക്ക് എ ഷോട്ട് അറ്റ്. അറ്റംപ്റ്റ് സോൾവിംഗ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, അതാണ് ടേക്ക് എ ഷോട്ട് അറ്റ് സോൾവിംഗ് ഡിഫിക്കൽട്ട്. അത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് ടേക്ക് എ ഷോട്ട് അറ്റ്. അടുത്തത്, വിൻ ഹാൻഡ്സ് ഡൗൺ. ഇപ്പൊ ഫുട്ബോളിൽ ജയപരാജയങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ വിൻ ഹാൻഡ്സ് ഡൗൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിജയിക്കുക, വിൻ ഈസിലി. വിൻ ഹാൻഡ്സ് ഡൗൺ മീൻസ് വിൻ ഈസിലി, പെട്ടെന്ന് വിജയിക്കുക, അനായാസം വിജയിക്കുക. ദ ടീം വൺ ഹാൻഡ്സ് ഡൗൺ. ഇപ്പൊ നിങ്ങളുടെ ഒരു ഫേവററ്റ് ടീം, നിങ്ങൾക്ക് ഇപ്പോൾ ഇനി നിങ്ങളുടെ ഫേവററ്റ് ടീമുകളുടെ കളികളൊക്കെ ഇനിയുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ടീം പെട്ടെന്ന് വിജയിച്ചു അല്ലെങ്കിൽ അനായാസം എതിരാളികളെ തറ പറ്റിച്ചു എന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ ടീമിനെ കുറിച്ചൊരു സ്റ്റേറ്റസ് ഇങ്ങനെ എഴുതാം. മൈ ടീം പോർച്ചുഗൽ 1 ഹാൻഡ്സ് ഡൗൺ, ബ്രസീൽ 1 ഹാൻഡ്സ് ഡൗൺ, ജർമ്മനി 1 ഹാൻഡ്സ് ഡൗൺ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതിയിടാം. മനസ്സിലായി? അപ്പോൾ വിൻ ഹാൻഡ്സ് ഡൗൺ മീൻസ് വിൻ ഈസിലി. പ്ലേ ബോൾ. പ്ലേ ബോൾ, പന്ത് ഫുട്ബോളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പൊ പ്ലേ ബോൾ എന്ന് പറഞ്ഞാൽ പന്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സഹകരിക്കുക എന്നാണ്. പ്ലേ ബോൾ മീൻസ് കോപ്പറേറ്റ്, സഹകരിക്കുക. പ്ലേ ബോൾ മീൻസ് കോപ്പറേറ്റ്. സെന്റൻസ് നോക്കിയേ. ദ കമ്പനി ഫൈനലി എഗ്രീഡ് ടു പ്ലേ ബോൾ. കമ്പനി ഒടുവിൽ സഹകരിക്കാൻ തീരുമാനിച്ചു. എഗ്രീഡ് ടു പ്ലേ ബോൾ. പ്ലേ ബോൾ എന്ന് വെച്ചാൽ സഹകരിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫ്യൂസ് കോപ്പറേഷൻ, സഹകരിക്കാൻ വിസമ്മതിക്കുന്നു, അതാണ് അതിന്റെ ഓപ്പോസിറ്റ്. നെക്സ്റ്റ്, ബോൾ ഇസ് ഇൻ യുവർ കോർട്ട്. ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് കണ്ടതാണ്. പന്ത് നമ്മുടെ കോർട്ടിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥമാണ് യുവർ ടേൺ ടു ആക്ട്. കാര്യങ്ങൾ നമുക്ക് അനുകൂലമാണ്, ഇനി നമ്മുടെ ഊഴമാണെന്ന് പറയുന്നതാണ്, നമ്മുടെ ഊഴമാണ്. സെന്റൻസ് നോക്കിയേ. ദ ബോൾ ഇസ് ഇൻ യുവർ കോർട്ട്. ഇപ്പൊ പന്ത് നിന്റെ കോർട്ടിലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിനക്ക് പ്രവർത്തിക്കാനുള്ള ഊഴമാണ്. ഓക്കെ. അടുത്തത്, ഗെയിം പ്ലാൻ.
ഗെയിം പ്ലാൻ. അതിപ്പോ ഏത് സ്പോർട്ടായാലും ആ ടീമിലെ ക്യാപ്റ്റന് അല്ലെങ്കിൽ ആ ടീമിന് ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരിക്കും. ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജി. അവരുടെ രീതികൾ, ആ കളി ജയിക്കാനുള്ള അവരുടെ തന്ത്രങ്ങൾ, അതാണ് സ്ട്രാറ്റജി, ഗെയിം പ്ലാൻ. എ ക്ലിയർ ഗെയിം പ്ലാൻ ഇസ് എസെൻഷ്യൽ ഫോർ സക്സസ്. വിജയത്തിന് ഒരു നല്ല ഗെയിം പ്ലാൻ ആവശ്യമാണ്. അടുത്തത് ബ്ലോ ദ വിസിൽ. വിസിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? റിപ്പോർട്ട് റോങ് ഡൂയിങ് എന്നാണ്. ശ്രദ്ധിക്കുക, ബ്ലോ ദ വിസിൽ എന്ന് പറഞ്ഞാൽ, വിസിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം റിപ്പോർട്ട് റോങ് ഡൂയിങ്. എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫുട്ബോളിലൊക്കെ എപ്പോഴും വിസിലടി നമുക്ക് കാണാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. ബ്ലോ ദ വിസിൽ, വിസിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് റോങ് ഡൂയിങ് എന്നാണ്. ദ എംപ്ലോയി ബ്ലൂ ദ വിസിൽ ഓൺ കറപ്ഷൻ. അതായത് ദ എംപ്ലോയി, ആ തൊഴിലാളി, ഹി ബ്ലൂ ദ വിസിൽ ഓൺ കറപ്ഷൻ. അഴിമതിയുമായി ബന്ധപ്പെട്ട കുറ്റം, അഴിമതിയുമായി ബന്ധപ്പെട്ട അയാൾ കണ്ടെത്തിയ കാര്യങ്ങൾ അയാൾ റിപ്പോർട്ട് ചെയ്തു. മനസ്സിലായല്ലോ? തെറ്റുകുറ്റം കണ്ടത് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് ബ്ലോ ദ വിസിൽ എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ കണക്ഷൻ ആണ് വിസിൽ ബ്ലോവർ എന്ന് തന്നെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലീഗൽ കണക്ഷൻ, വിസിൽ ബ്ലോവർ. അപ്പൊ ബ്ലോ ദ വിസിൽ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ. അപ്പൊ വിസിൽ ബ്ലോവർ ആരാണ്? വൺ ഹു എക്സ്പോസസ് മിസ്കണ്ടക്ട്. തെറ്റുകുറ്റങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ വിസിൽ ബ്ലോവർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ഞാൻ 2-3 വാക്കുകളുണ്ട്. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്. ഇതൊന്നും ഡയറക്റ്റ് ഡയറക്റ്റ് ഇഡിയംസ് ആണെന്നല്ല, ചില ലിറ്ററൽ എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, ആ ലിറ്ററൽ എക്സ്പ്രഷൻസ് കൂടെ ഇതിന്റെ കൂടെ നമുക്ക് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് എന്നാണ് അർത്ഥം. അപ്പം ഫുട്ബോളിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫും ഉണ്ടല്ലോ. അപ്പം ആദ്യ ഘട്ടം, രണ്ടാം ഘട്ടം, അത് ആദ്യ സ്റ്റേജും രണ്ടാമത്തെ സ്റ്റേജും. അപ്പൊ ആദ്യ ഘട്ടമാണ് ഫസ്റ്റ് ഹാഫ്. മീൻസ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ പ്രൊജക്ട് വാസ് സക്സസ്ഫുൾ. പ്രൊജക്ടിന്റെ ആദ്യ ഘട്ടം വിജയകരമായിരുന്നു. അപ്പൊ സെക്കൻഡ് ഹാഫ് എന്താണ്? രണ്ടാം ഘട്ടം, അവസാന ഘട്ടം എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഹാഫ്. ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഇയർ വിൽ ബി ചലഞ്ചിങ്. ഈ വർഷത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ചലഞ്ചിങ് ആയിരിക്കും. ലേറ്റർ സ്റ്റേജ് ആണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫുട്ബോളിൽ കളി തീരും പറയുന്നില്ലേ ഫുൾ ടൈം ആയെന്ന്. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ, പരിപൂർണതയിലേക്ക് എത്തുന്നു, പരിപൂർണമായി അവസാനിക്കുന്നു. അറ്റ് ഫുൾ ടൈം ദ സ്കോർ റിമെയിൻ അൺചേഞ്ച്ഡ്. സമയം കഴിഞ്ഞപ്പോൾ, സമയം കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഫുൾ ടൈം. കംപ്ലീറ്റഡ്, പരിപൂർണമായി തീർന്നു. സമയം തീർന്നപ്പോഴും സ്കോർ മാറ്റമില്ലാതെ തുടർന്നു. ദ സ്കോർ റിമെയിൻ അൺചേഞ്ച്ഡ്. അടുത്തത് എക്സ്ട്രാ ടൈം. ഫുട്ബോളിലുള്ള സാധനമാണല്ലോ ഈ എക്സ്ട്രാ ടൈം. ഇപ്പൊ 90 മിനിറ്റ് എന്നുള്ള പിന്നെ 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ എക്സ്ട്രാ കൊടുത്തുകൊണ്ടിരിക്കും. എക്സ്ട്രാ ടൈം എന്നാണ് അഡീഷണൽ ഓപ്പർച്യൂണിറ്റി എന്നാണ്. അഡീഷണൽ ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെ ചില ലിറ്ററൽ എക്സ്പ്രഷൻസ് ആണ്, ലിറ്ററി എക്സ്പ്രഷൻസ് ആണ് അതുമായി ബന്ധപ്പെട്ട്. ദ കോർട്ട് ഗ്രാൻഡഡ് എക്സ്ട്രാ ടൈം ടു ഫയൽ ഡോക്യുമെന്റ്സ്. ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഫയൽ ചെയ്യാൻ കോടതി എക്സ്ട്രാ ടൈം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സാവകാശം, ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു അവസരം കൂടെ, എക്സ്ട്രാ ഒരു അവസരവും കൂടെ കൊടുത്തു എന്നാണ്. സഡൻ ഡെത്ത്. സഡൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മരണം എന്നല്ല, ഇമ്മീഡിയറ്റ് ഡിസിസീവ് സ്റ്റേജ്. സഡൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ദ ഇമ്മീഡിയറ്റ് ഡിസിസീവ് സ്റ്റേജ്. പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു അവസ്ഥ, അതാണ് സഡൻ ഡെത്ത്. സെന്റൻസ് നോക്കിയേ. ദ ഫൈനൽ റൗണ്ട് ബിക്കെയിം എ സഡൻ ഡെത്ത് കോൺടെസ്റ്റ്. അവസാന റൗണ്ട് എന്ന് പറയുന്നത് ഒരു സഡൻ ഡെത്ത് കോൺടെസ്റ്റ് ആയി മാറി. എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡിസിസീവ് സ്റ്റേജ്, അതായത് അവിടെയാണ് എന്താ പറയാ ഫൈനൽ തീരുമാനം മനസ്സിലാവുന്നത്. അപ്പൊ ഇമ്മീഡിയറ്റ് ഡിസിസീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഘട്ടമാണ് സഡൻ ഡെത്ത് എന്ന് പറയുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോ അവസാനത്തെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവസാനത്തെ ഓവർ ഇത്ര പന്തിൽ ഇത്ര വേണം ജയിക്കാൻ. അപ്പൊ അതൊരു സഡൻ ഡെത്ത് ആണ്, മീൻസ് ഒരു ഡിസിസീവ് സ്റ്റേജ് ആണ്. ആ ഓവറിൽ തീരുമാനം അറിയാം, ആ തീരുമാനം ഇപ്പൊ അറിയാമെന്ന് പറയുന്ന ആ ഒരു സ്റ്റേജാണ് സഡൻ ഡെത്ത് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ. ഫുട്ബോൾ ഓടിക്കളിക്കുന്ന കളിയാണല്ലോ. അപ്പൊ എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ കോൺട്രറി ടു എക്സ്പെക്ടേഷൻസ്. പ്രതീക്ഷകൾക്ക് വിപരീതമായി എന്നാണ് അർത്ഥം. എന്താണ് എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ എന്ന് പറഞ്ഞാൽ? കോൺട്രറി ടു എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾക്ക് വിപരീതമായി. എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ ദ അണ്ടർഡോഗ് വൺ. അണ്ടർഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ വലിയ കളികൾ, ഇപ്പോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യയും പിന്നെ ഒരു അണ്ടർഡോഗ് ടീം നമീബിയ. അപ്പൊ ഞാനൊക്കെ ക്രിക്കറ്റ് കാണുന്ന സമയത്ത് ഇപ്പൊ നമീബിയ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. നമീബിയ ഒരു അണ്ടർഡോഗ് ടീമാണ്. ഇപ്പൊ ഈ നമീബിയ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ തോപ്പിച്ചു എന്ന് വിചാരിക്കുക, അത് പ്രതീക്ഷകൾക്ക് വിപരീതമല്ല. അതാണ് പറയുന്നത് എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ, പ്രതീക്ഷകൾക്ക് വിപരീതമായി ദ അണ്ടർഡോഗ് വൺ. ആ ടീം, അതായത് ജയിക്കുമെന്ന് ഒരു വലിയ സാധ്യതയില്ലാത്ത, വലിയ പെർഫോമൻസ് ഒന്നും ഇല്ലാത്ത ആ ടീം വിജയിച്ചു. അപ്പൊ അതാണ് എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ. അടുത്തത് പാർക്ക് ദ ബസ്.
പാർക്ക് ദ ബസ്. ബസ് പാർക്ക് ചെയ്യാനാണോ പറയുന്നത്? മീൻസ് ബി എക്സ്ട്രീംലി ഡിഫെൻസീവ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്കെതിരെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് പ്രതിരോധത്തിലാവുന്നു. മീൻസ് നമ്മൾ പ്രതിരോധിച്ച് നിൽക്കുന്നു. അതാണ് ബി എക്സ്ട്രീംലി ഡിഫെൻസീവ്. പാർക്ക് ദ ബസ്. ദ ടീം പാർക്ക് ദ ബസ് ആഫ്റ്റർ സ്കോറിംഗ്. ഇപ്പൊ ഫുട്ബോളിൽ ഒരു ടീം ഭയങ്കര കളിയാണ്. ആദ്യത്തെ 45 മിനിറ്റിൽ ആരും ഗോൾ അടിച്ചില്ല. കളി തീരാൻ 10 മിനിറ്റ് ഉള്ളപ്പോൾ ഒരു ടീം ഗോൾ അടിച്ചു. ഇനി അടുത്ത അവരുടെ ലക്ഷ്യം എന്താണ്? മറ്റേ ടീം ഗോൾ അടിക്കാതെ നോക്കണം. അപ്പൊ അവർ കഴിയുന്നതും ഡിഫെൻസീവായിട്ട് നിൽക്കുന്നു. അതായത് ഇവരുടെ ഗോൾ പോസ്റ്റിനടുത്തേക്ക് പന്ത് വരാതെ ഇവർ അത്രയും ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നു, അത്രയും പ്രതിരോധിച്ചത് നിൽക്കുന്നു. ആ പ്രതിരോധം, എക്സ്ട്രീമായ അവരുടെ പ്രതിരോധമാണ് പാർക്ക് ദ ബസ്. അപ്പോ ദ ടീം പാർക്ക് ദ ബസ് ആഫ്റ്റർ സ്കോറിംഗ്. സ്കോർ ചെയ്തതിനു ശേഷം അവർ വളരെ ഡിഫെൻസീവായി. അപ്പൊ പത്രങ്ങളിലൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടോ നോക്കിയേ. ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഇൻ സ്പോർട്സ് കോളംസ്. നിങ്ങൾ സ്പോർട്സ് കോളംസ് വായിക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ഈ വാക്ക് ഫെമിലിയർ ആയിരിക്കും. നെറ്റ് ഹിറ്റ് ദ ക്രോസ് ബാർ. ഹിറ്റ് ദ ക്രോസ് ബാർ എന്ന് പറഞ്ഞാൽ കം വെരി ക്ലോസ് ടു സക്സസ്, വിജയത്തോട് അടുത്തെത്തുക. അതാണ് ഹിറ്റ് ദ ക്രോസ് ബാർ. ക്രോസ് ബാർ ഹിറ്റ് ദ ക്രോസ് ബാർ എന്ന് പറഞ്ഞാൽ ക്രോസ് ബാറിൽ ഇടിക്കുക എന്നുള്ളതല്ല, അടിക്കുക എന്നുള്ളതല്ല, വിജയത്തിന്റെ അടുത്തെത്തുക. സെന്റൻസ് നോക്കിയേ. ഹി ഹിറ്റ് ദ ക്രോസ് ബാർ ബൈ മിസ്സിംഗ് ദ റാങ്ക് ബൈ 1 മാർക്ക്. അവൻ വിജയത്തിന്റെ അടുത്തെത്തിയിരുന്നു. ഹി ഹിറ്റ് ദ ക്രോസ് ബാർ, വിജയത്തിന്റെ അടുത്തെത്തി. ബൈ മിസ്സിംഗ് ദ റാങ്ക് ബൈ 1 മാർക്ക്. അപ്പോഴും 1 മാർക്കിൽ റാങ്ക് നഷ്ടപ്പെട്ട് അവൻ വിജയത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ വിജയത്തിൽ എത്തുക എന്നുള്ളതാണ് ഹിറ്റ് ദ ക്രോസ് ബാർ. അടുത്തറിയാലോ ഈക്വലൈസർ, എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഫൈനൽ കണ്ടെങ്കിൽ നമുക്കറിയാം ഈക്വലൈസർ. ഒരു ടീം സ്കോർ ചെയ്താൽ ഇനി അടുത്ത ടീം ആ 1 വരണമല്ലോ, തുല്യതായിട്ട് വരണമല്ലോ. അതാണ് ഈക്വലൈസർ. മീനിങ് സംതിങ് ദാറ്റ് റീസ്റ്റോഴ്സ് ബാലൻസ്. അത് ഒരു ടീം ഒരു സ്കോർ ചെയ്തു, 1 സ്കോർ ചെയ്തു, ഇവിടെ 0ആണ്. അപ്പൊ ഒരു ബാലൻസ് ഇല്ല. ഈ ടീം 1 ആവണം, എന്നാലേ ഇനി മനസമാധാനമായിട്ട് കളി മുമ്പോട്ട് പോകത്തുള്ളൂ, കാണികൾക്കും കളിക്കാർക്കും. അപ്പോ ബാലൻസ് റീസ്റ്റോർ ചെയ്യുന്നത്, ആ ഒരു സന്തുലിതാവസ്ഥ അത് റീസ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഈക്വലൈസർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ ഇസ് ദ ഗ്രേറ്റ് ഈക്വലൈസർ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഈക്വലൈസർ ആണ്. എല്ലാവരുടെ അവസരങ്ങൾ തുല്യമാക്കുക, എല്ലാവരെയും തുല്യരാക്കുന്ന ഒരു സംഭവമാണ് വിദ്യാഭ്യാസം, അല്ലെ? പണമുള്ളവനെയും പണമില്ലാത്തവനെയും എല്ലാവരെയും തുല്യരാക്കുന്ന ഒരു പദ്ധതിയാണ് എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ ഇസ് ദ ഗ്രേറ്റ് ഈക്വലൈസർ. അതായത് ആ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന ഒരു സംഭവമാണ് ഈക്വലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പൺ ഗോൾ. ഓപ്പൺ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗോൾ പോസ്റ്റ് ഗോൾ ഇല്ലാത്ത അവസ്ഥ ആലോചിക്കുക. ഓപ്പൺ ഗോൾ എന്ന് പറഞ്ഞാൽ ഈസി ഓപ്പർച്യൂണിറ്റി, പെട്ടെന്ന് നമുക്ക് ഗോൾ അടിച്ചുകൂടെ? അപ്പൊ ഈസി ഓപ്പർച്യൂണിറ്റി. സെന്റൻസ് നോക്കിയേ. ദ ക്വസ്റ്റ്യൻ വാസ് ആൻ ഓപ്പൺ ഗോൾ. ആ ചോദ്യം ഒരു ഓപ്പൺ ഗോൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു നല്ല അവസരമാണ്, പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാം. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. അപ്പൊ ഓപ്പൺ ഗോൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമായി എളുപ്പത്തിൽ കിട്ടുന്ന അവസരം. ഹാട്രിക് എന്താണെന്നറിയാലോ? ഒരാൾ തന്നെ 3 ഗോൾ അടുപ്പിച്ചടിച്ചെന്നാണ് ഹാട്രിക്. ഹാട്രിക് മീൻസ് 3 കോൺസിക്യൂട്ടീവ് സക്സസ്, അല്ലെ? നമ്മൾ 3 തവണ കോൺസിക്യൂട്ടീവ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ വിജയിച്ച അതാണ് ഹാട്രിക്. ഷീ അച്ചീവ്ഡ് എ ഹാട്രിക് ഓഫ് വിക്ടറീസ്. അവൾ 3 തവണ അടുപ്പിച്ച് വിജയം കരസ്ഥമാക്കി എന്ന് പറയുന്നതാണ് ഷീ അച്ചീവ്ഡ് എ ഹാട്രിക് ഓഫ് വിക്ടറീസ്. അടുത്തത് മാൻ ഓഫ് ദ മാച്ച് അറിയാലോ. ബെസ്റ്റ് പെർഫോമർ ആണ് മാൻ ഓഫ് ദ മാച്ച്. സെന്റൻസ് നോക്കിയേ. ഹി വാസ് ദ മാൻ ഓഫ് ദ മാച്ച് ഇൻ ദ പ്രൊജക്ട്. ആ പ്രൊജക്റ്റിലെ മാൻ ഓഫ് ദ മാച്ച് അവനായിരുന്നു. അപ്പൊ കളിയിലെ മെയിൻ ആയിട്ടുള്ള വ്യക്തി എന്നല്ല, ഏതെങ്കിലും ഒരു പദ്ധതിയിലെ, ഒരു പ്രവൃത്തിയിലെ, ഒരു പ്രക്രിയയിലെ പ്രധാനപ്പെട്ട പെർഫോമറിനെ നമ്മൾ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയാറുണ്ട്. അല്ല, കളിയിലെ പ്രധാനപ്പെട്ട കളിക്കാരൻ മാത്രമല്ല മാൻ ഓഫ് ദ മാച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെന്റൻസ് കൊടുത്തത്. ആ പ്രൊജക്റ്റിലെ മാൻ ഓഫ് ദ മാച്ച് അയാളായിരുന്നു. അതിനർത്ഥം ഏറ്റവും നല്ല പെർഫോം ചെയ്ത അയാളായിരുന്നു. ഓക്കെ, അടുത്തത് ക്യാപ്റ്റൻ ഫെന്റാസ്റ്റിക്. ഒരുപാട് നിങ്ങൾ കണ്ടു കാണും ക്യാപ്റ്റൻ ഫെന്റാസ്റ്റിക്. അതിനർത്ഥം ഇതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡർ. ഫെന്റാസ്റ്റിക് ക്യാപ്റ്റൻ, അടിപൊളി ഒരു നേതാവ്. യെസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ലീഡർ. സെന്റൻസ് നോക്കിയേ. ദ പ്രിൻസിപ്പൽ വാസ് ദ ക്യാപ്റ്റൻ ഫെന്റാസ്റ്റിക് ബിഹൈൻഡ് ദ ഇനീഷ്യേറ്റീവ്. പ്രിൻസിപ്പൽ ആയിരുന്നു ആ പദ്ധതിയുടെ പിറകിലെ ക്യാപ്റ്റൻ ഫെന്റാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലീഡർ. ഓക്കെ, അടുത്ത 28ാമത്തത് ബെഞ്ച് വാർമർ. ബെഞ്ച് വാർമർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ പേഴ്സൺ റെയർലി ഇൻവോൾവ്. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പ്രക്രിയയിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അധികം അങ്ങനെ ഇൻവോൾവ് ആവുന്നില്ല, അതിനകത്ത് അയാൾ ഏർപ്പെടുന്നില്ല എങ്കിൽ അയാളാണ് ബെഞ്ച് വാർമർ. സെന്റൻസ് കണ്ടോളൂ. ഡോണ്ട് ബിക്കം എ ബെഞ്ച് വാർമർ ഇൻ യുവർ ഓൺ ലൈഫ്. സ്വന്തം ജീവിതത്തിലെ ബെഞ്ച് വാർമർ ആവരുത് നമ്മൾ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു കോളേജ് വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക. ആ സ്റ്റാഫ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ ആഘോഷങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ, ഡിസ്കഷൻസിൽ ഒന്നിലും ഞാൻ ഇൻവോൾവ് ചെയ്യുന്നില്ല. 1-2 കാര്യത്തിൽ മാത്രം ഞാൻ ഇൻവോൾവ് ആവും. അപ്പൊ ഞാൻ ആരാണ്? അവിടുത്തെ ബെഞ്ച് വാർമറാണ്.
എ പേഴ്സൺ ഹൂസ് റെയർലി ഇൻവോൾവ്, വല്ലപ്പോഴുമാണ് ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ നമ്മൾ ബെഞ്ച് വാർമർ എന്ന് വിളിക്കും. ഓക്കെ, അടുത്തത് സേഫ് പെയർ ഓഫ് ഹാൻഡ്സ്. ക്രിക്കറ്റിൽ കൂടുതൽ കണ്ടുള്ളതാണ്. അതായത് അവൻ ഒരിക്കലും അവന്റെ ക്യാച്ച് മിസ്സാക്കില്ല, അവന്റെ കൈകൾ ഭദ്രമാണ്, ക്യാച്ച് എടുക്കാൻ ഭദ്രമാണ്. സേഫ് പെയർ ഓഫ് ഹാൻഡ്സ്, സുരക്ഷിതമായ കൈകൾ. അതാണ് സുരക്ഷിതമായ കൈകൾ എന്ന് പറഞ്ഞാൽ കൈകൾ മാത്രമാണോ സുരക്ഷിതം? അല്ല, റിലയബിൾ പേഴ്സൺ, വിശ്വസിക്കാവുന്ന വ്യക്തി എന്നാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയാണ്, അവനെ നമ്പാം. അതാണ് സേഫ് പെയർ ഓഫ് ഹാൻഡ്സ്. നോക്കിയേ, ദ കേസ് ഇസ് ഇൻ സേഫ് ഹാൻഡ്സ്. ആ കേസ് സുരക്ഷിതമായ കൈകളിലാണ്. ഇറ്റ് ഇസ് ഫ്രീക്വന്റ്ലി യൂസ് ഫോർ ജഡ്ജസ്, ലോയേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇത്തരം വിഷയങ്ങളെല്ലാം കൂടുതൽ ഉപയോഗിച്ച് കണ്ടുള്ളതാണ്. 30ാമത്തെ നോക്കിയേ, ഫൈനൽ വിസിൽ. അവസാന വിസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എൻഡ്, അവസാനം. അത് തന്നെയാണ് ഫൈനൽ വിസിൽ, അവസാനം. ദ ഫൈനൽ വിസിൽ മാർക്ക് ദ എൻഡ് ഓഫ് ദ ക്യാമ്പയിൻ. ആ ഫൈനൽ വിസിൽ ക്യാമ്പയിന്റെ അവസാനം മാർക്ക് ചെയ്തു എന്ന് പറയാം. ഫൈനൽ വിസിൽ എന്ന് പറഞ്ഞാൽ ദ എൻഡ് ആണ്. ഓക്കെ, ഇനി ഈ 30 എണ്ണം അതൊരു ക്ലസ്റ്റർ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ അവതരിപ്പിക്കുകയാണ്. സോ ദീസ് ആർ ദ മോസ്റ്റ് യൂസ്ഫുൾ ഫോർ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ, എസ്സേസ്, എഡിറ്റോറിയൽസ് ആൻഡ് വൊക്കാബുലറി. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ വൊക്കാബുലറി ബിൽഡിങ്ങിന്, അപ്പൊ നിങ്ങൾക്ക് എസ്സേസ് എഴുതാനും എഡിറ്റോറിയൽസ് ഒക്കെ അനലൈസ് ചെയ്യാനൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ. ഒന്നുകൂടെ ഞാൻ പറയാം. കിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക, ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രവൃത്തി ആരംഭിക്കുക, കീപ് യുവർ ഐ ഓൺ ദ ബോൾ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുക, ഓൺ ദ ബോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അലേർട്ട് ആയിരിക്കുക, മൂവ് ദ ഗോൾ പോസ്റ്റ്, അന്യായമായി നിയമങ്ങൾ മാറ്റുക, ലെവൽ പ്ലേയിങ് ഫീൽഡ്, തുല്യമായ അവസരം ഉറപ്പാക്കുക, ബ്ലോ ദ വിസിൽ, തെറ്റായ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുക, ഒരാൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് തുറന്നു കാട്ടുക, ബോൾ ഇസ് ഇൻ യുവർ കോർട്ട്, ഇനി നിന്റെ ഊഴമാണ്, നിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുക, ഗെയിം പ്ലാൻ, സ്ട്രാറ്റജി, നമ്മളെ തന്ത്രം, സ്കോർ ആൻഡ് ഓൺ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നു, നമ്മൾ തന്നെ നമ്മുടെ ഒരു പ്രവൃത്തി നമ്മുടെ താല്പര്യങ്ങൾ വിപരീതമായി നമുക്ക് തന്നെ പ്രശ്നമായി വരുന്നു, അതാണ് സ്കോർ യുവർ ഓൺ ഗോൾ. പിന്നെ ഓപ്പൺ ഗോൾ എന്താണ്? ഈസി ഓപ്പർച്യൂണിറ്റി. ഗോളി ഇല്ലാത്ത ഗോൾ പോസ്റ്റിന്റെ പ്രത്യേകത എന്താ? അത് നമുക്ക് എളുപ്പം കിട്ടുന്ന ഒരു അവസരമാണ്. സേഫ് പെയർ ഓഫ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലയബിൾ പേഴ്സൺ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന വ്യക്തി. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് ഫുട്ബോളും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ രസകരമല്ലേ? അപ്പൊ നമ്മളിപ്പോ ഒരു ഫുട്ബോളിന്റെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുന്നു. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ നമ്മൾ പഠിച്ചു, അതിന് സമാനമായ ചില വാക്കുകൾ, കോമൺ വൊക്കാബുലറി, ലീഗൽ വൊക്കാബുലറി ഉള്ള ചില വാക്കുകൾ മനസ്സിലാക്കി. മാത്രമല്ല ഫുട്ബോളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു 30ഓളം ഇഡിയംസ് നമ്മൾ പഠിച്ചു. അപ്പൊ രസകരമായിട്ടല്ലേ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ 2ാം ഭാഗത്തിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട മറ്റ് വൊക്കാബുലറിയുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അനവധി കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.